ചില്ലറങ്ങ് ചെന്ന് ക്ലിങ് എന്ന് പറഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റവും എന്നുള്ളൊരു വിശ്വാസം വരുള്ളൂ. അച്ഛനും ഫ്രണ്ട്സും കൂടെ തുടങ്ങിയതാ. ഏത് ഈ ചായ്പ? ഇതല്ല അത് തുടങ്ങിയതാ. തറവട്ടമ്പല അല്ലല്ല. പിന്നെ എങ്ങനെ തുടങ്ങി? ഒരു ഭണ്ണാരം കൊല്ലം വെച്ചങ്ങ് തുടങ്ങി. വ്യാജ അമ്പലോ? ഈ ഏടാകുടത്തിന്റെ പ്രശ്നം തീർക്കാൻ എന്നെ വിളിച്ചു വരുത്തിയത്? നീ മാത്രല്ല, അങ്ങനത്തെ പറഞ്ഞ ഈ നാട്ടിലും ഉണ്ട്. ഇത്തിരി മെലിഞ്ഞ് ഉണ്ടക്കണ്ണായിട്ട് കണ്ടാൽ ഒരു 26 വയസ്സ് തോന്നിക്കുന്ന ഒരുത്തനാ. നമ്മള് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആ വ്യാലിയുടെ പേര് സുഭാഷ്. ഒരു പീഡിയ മുറി, ഒരു കൂൾ ബാർ, ഇതായിരുന്നു എന്റെ മൈൻഡ്. ഹലോ, എന്താ ചുറ്റികളിലാണല്ലോ? ഞങ്ങള് അളിയന്മാരെല്ലാരും കൂടെ സാറ്റ് കളിച്ചു വരുന്നു. എന്റെ മാമനാവൂല്ലേ എവിടെ ഉണ്ടാവുക? പുള്ളിനെ രാവിലോട്ട് കാണാനില്ല. ഏത് മാമൻ? ഗോവിന്ദരാജ. വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടാൽ കള്ളന്മാരാരേലും കയറത്തില്ല. ഞങ്ങൾ കുറച്ച് അച്ചപ്പം മുറുക്കൊക്കെ ആയിട്ട് അതിന്റെ വീട്ടിൽ ചെന്ന് തഞ്ചത്തിൽ നമ്മുടെ അവസ്ഥ അങ്ങ് അവതരിപ്പിക്കാം. അപ്പൊ ഇതാണ് ഭരതൻ നായർ പറഞ്ഞ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഭ്രാന്ത് ഭാര്യയും 4 മക്കളും. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? മറിച്ച് ഇങ്ങോട്ട് കയറി വന്ന് അയാൾ എന്തൊക്കെ ചാടല്ലേ? ഒക്കത്തിനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാ. അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നെ നമ്പേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞാനല്ലേ പറഞ്ഞ എന്താ തെളിവുണ്ടെന്ന് എടുത്തോടെ കാണിക്കോ. ഗോവിന്ദനെ വെറുതെ പ്രകോപിപ്പിക്കല്ലേ. നീ പോടാ, വഴി പോക്കാം. അപ്പൊ ഒരു സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങും. പിന്നെ കണക്കണമെന്നാവും, മൊത്തം കയ്യിൽ നിന്നും പോവും. ഈ ആള് കൂടിയ പാമ്പ് ചാവില്ലാന്ന് കേട്ടിട്ടില്ലേ? അതേടാ. ആ പാമ്പ് ചത്തുമോനെ. ആണോ? പാമ്പോ? ചേട്ടാ ഇങ്ങോട്ട് വന്നേ. മറ്റവൻ ഈ വീട്ടുകാർക്ക് മൊത്തത്തിലൊരു കളലക്ഷണല്ലേ? സുഭാഷിന്റെ മാമന്റെ വിവരം വല്ലതും കിട്ടിയോ? ഇല്ല, തപ്പിക്കൊണ്ടിരിക്കുക. അവനെ പൂട്ടിലത്ര എളുപ്പമല്ല. ഞാനൊരു ഫുൾ പടത്തിൽ നോക്കിയിട്ട് പറ്റാത്തതാണ് അവൻ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒപ്പിച്ചത്. എന്തായി? മാമനെ കണ്ട? ഇല്ല, മാമനെ കിട്ടിയില്ല. പല വഴിക്ക് തപ്പുണ്ട്. മാമ മാമ മാമ. എന്നാൽ ഇത്ര പഞ്ച്വാലിറ്റിയിലെ മനുഷ്യൻ ഇത്ര നേരായിട്ട് ഇവിടെ പോയി അമ്മയെ. എന്റെ മാമൻ ഇവിടെ വന്നില്ലല്ലേ? ഞാനിത് മൊത്തം തപ്പി. ആള് മിസ്സിങ്ങാ. മാമനെ ഇവിടുന്ന് കാണാതാവണൊക്കെ 2 ദിവസം മുമ്പേ ഇവര് തമ്മിൽ ഇതിൽ മെസ്സേജ് അയച്ചിട്ട് കോളും ചെയ്തിട്ടുണ്ട്. ഇവര് തമ്മിൽ എന്തോ ഡീൽ നടന്നു. അതെനിക്ക് ഉറപ്പാ. വീട്ടിൽ പോയാലും ഇനി എനിക്ക് ഉറക്കൊന്നും കാണില്ല. ചിലരെയൊക്കെ സംശയമുണ്ട്. സാറ്റ് കളിക്കാൻ ഞാൻ കൂടാ. ആ പേരൻ ഫ്ലൈ ആയിട്ട് നാട്ടുകാരെ വിളിപ്പിക്കാൻ ഇറങ്ങിയായിരുന്നല്ലോ നീ. ഞാൻ അറിയിച്ചത് നാട്ടുകാരെ മാത്രല്ല. ആ ക്രീമിന്റെ ഗുണം കൊണ്ട് പണ്ട് സ്റ്റേഷനിൽ കയറിയിട്ട് ആ പാർത്തിന് 1 ആഴ്ച കഴിഞ്ഞിട്ട് നിന്നെ വിട്ടത്. സാറിന്റെ പാണ്ടൊക്കെ കുറഞ്ഞിട്ടല്ലോ. മൾട്ടി കളർ നല്ല മാച്ച്. നിങ്ങൾ എനിക്കിട്ട് ചാമ്പ്യാന്ന് എനിക്ക് മനസ്സിലായി. ഏയ്, അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ഗേറ്റ് കയറിയപ്പോ തൊട്ട് ഈ വീടെന്നെ നിരീക്ഷണത്തിലാ. പ്രായഭേദമന്യേ സകലരെയും മൊത്തം കളിച്ച് അടിക്കുക, കാര്യം കഴിഞ്ഞാ കഴിവേറ്റി വിടുക. ഇതൊക്കെയായിരുന്നു എന്റെ മാമന്റെ പ്രധാന വിനോദം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവന് എത്ര ട്വിസ്റ്റ് അടിച്ചാലും ഞങ്ങളെ സമ്മതിക്കാനും പോകുന്നില്ല. ഇങ്ങനെ നുള്ളവരല്ലേട്ടാ, നാവ് ചീഞ്ഞു പോകും. നാട് നിങ്ങൾ പോസ്റ്റർ വന്ന സ്ഥിതിക്ക് നിനക്ക് നിന്റെ മാമനെ വൈകാതെ കിട്ടും. പിടിച്ച വീട്ടിൽ നിന്ന് 1 ഇഞ്ച് മാറരുതിട്ടാ. ഞാൻ വീണ്ടും പറയാ, എന്നെ പൊട്ടനാക്കല്ലേ. എന്റെ മാമനോട് വന്നെന്ന് മാത്രല്ല, നിങ്ങളൊക്കെ കൂടെ അയാളെ വിട്ടിട്ട് തട്ടിയെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നൈസായിട്ട് എന്റെ പുളിമുറി കൊണ്ടുപോയി വെച്ചിട്ടേ നിങ്ങൾ എസ്കേപ്പ് ആണെന്ന് വിചാരിക്കണ്ട. കൂടെ കൂടി നിന്റെ തനി കുണം കാണിക്കാനാണ് ഉദ്ദേശം. നോക്കി, അയ്യോ, എനിക്കാതൊരൊറ്റ കോണേ ഉള്ളൂ. കൂടെ നിൽക്കുന്നവരെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. അതുകൊണ്ടാണല്ലോ ഇതുവരെ എത്തി നിൽക്കുന്നത്. അവൻ നല്ല എ ക്ലാസ് ഉടായിപ്പാ സാറേ. അയാൾ എന്റെ കാല് വാർന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ എന്റെ മനസ്സിൽ കണ്ണ് നേടിയിട്ടുണ്ടാവും. കാര്യങ്ങൾ അങ്ങോട്ട് തന്നെയാ പോണേ. യെസ്, ഈ സ്പിരിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ശശിയേട്ടാ, ഞങ്ങൾ തിരിച്ചു വരുമ്പോ പോലീസിന്റെ മുന്നിൽ പെട്ടു. വീട് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് സുഭാഷിനെ പൊക്കിയിട്ടുണ്ട്. എപ്പോ? പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ കാര്യമായിരിക്കണം. പോലീസാ? ഇന്നാവുമ്പോ ത്രില്ലെന്ന് പറഞ്ഞവനവിടെ. ഇയാള് കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ്. Into 50 meters, take next right. വന്നു ആലു ഉറക്കടാ. ചാവി കാണാല്ലേ സാറേ? ആരുടെ മുഖത്തും കളലക്ഷണം വേണ്ടേ? കോൺഫിഡൻസ് ആയിട്ട് നിന്നാ മതി. സുഭാഷിന്റെ ഫ്രണ്ടാ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സാണ് പിന്നീട് തലവേനായിട്ട് മാറുന്നത്. അവൻ ആദ്യമായിരുന്നു തലവേന, പിന്നീടാണ് ഫ്രണ്ടായി മാറിയത്. എന്തൊരു സിമ്പിളാണ് ഈ ഫാമിലി. ഓക്കെ, മകഴിച്ചി